നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ക്രിസ്തുമസിന് ഒരുങ്ങി നാടും നഗരവും. ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ദിവസങ്ങൾക്ക് മുൻപേ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. വീടുകളിൽ പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും ഒരുക്കിയാണ് സ്നേഹത്തിന്റെയും എളിമയുടെയും ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. സംഘർഷങ്ങളും അസ്വസ്ഥതകളും തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തിന് സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും നിത്യഹരിത സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തന്റെ ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യരാശി മറ്റേതൊരു കാലത്തേക്കാളും തീവ്രതയോടെ ദാഹിക്കുന്ന സമാധാനത്തിന്റെ പ്രതീക്ഷയാണ് തിരുപ്പിറവിയിൽ ദൈവദൂതന്മാർ പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് പകർന്നു നൽകിയത്. സർവ്വജനത്തിനും വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നായിരുന്നു ക്രിസ്തുമസ് രാത്രിയിലെ മംഗളവാർത്ത. സ്നേഹവും കാരുണ്യവും സമത്വവും നഷ്ടപ്പെട്ട് നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കാണ് സമഗ്രമാറ്റത്തിനുള്ള ആഹ്വാനവുമായി ക്രിസ്തുവിന്റെ രംഗപ്രവേശമെന്ന് മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി. ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥന ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ഒരു ജൂബിലി വർഷത്തെ ക്രിസ്മസും കൂടിയാണ്. കർത്താവ് ഈശോ മിശിഹ ഭൂമിയിൽ ജാതനായിട്ട് 2025 വർഷം പൂർത്തിയാകുകയാണ്. ജൂബിലി വർഷത്തെ ക്രിസ്മസ് ആഘോഷമാണ്. ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്നുള്ളതാണ്. അസമാധാനവും ഭിന്നതയും എല്ലാം നടമാടുന്ന ഈ അവസരത്തിൽ, തിന്മയും അഴിമതിയും പലയിടത്തും കാണപ്പെടുന്ന ഈ അവസരത്തിൽ പ്രത്യാശയോടുകൂടെ നന്മയിൽ ഉറച്ചു നിന്ന്, സ്നേഹത്തിൽ ഉറച്ചു നിന്ന്, സാഹോദര്യത്തിൽ ഉറച്ചു നിന്ന് നല്ല സമാധാനം ലഭ്യമാകുവാൻ ക്രിസ്മസ് സഹായിക്കണം. മാലാഖമാർ ക്രിസ്തുവിൻ്റെ ജനനം ആട്ടിടയർക്ക് അറിയിച്ചത് പ്രകാരമാണ്. സർവ്വജനതയ്ക്കുമായിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. പുൽക്കൂട്ടിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അവനാണ് രക്ഷകൻ ക്രിസ്തു. അപ്പോൾ സർവ്വജനതയ്ക്കുമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണ് ക്രിസ്മസ്. ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായിട്ട് സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ ക്രിസ്മസ് സഹായിക്കട്ടെ. അതിന് നീതിക്ക് പോലും അതീതമായിട്ടുള്ള കാരുണ്യം എല്ലാ തലങ്ങളിലും പ്രകടമാക്കാനായിട്ട് സാധിക്കണം. ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടികളിൽ ആശുപത്രി പ്രസിഡന്റ് MP ജാക്സൺ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ, സെക്രട്ടറി K വേണുഗോപാലൻ, ഭരണസമിതി അംഗങ്ങളായ സോണിയാഗിരി, AC സുരേഷ്, ജനറൽ മാനേജർ K ജയറാം, അസിസ്റ്റന്റ് മാനേജർ G മധു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നദാനിയൽ തോമസ് എന്നിവർ പങ്കെടുത്തു. പഴയകാല ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും തമ്മിൽ വളരെ വ്യത്യാസം നമ്മുടെ മുമ്പിൽ കാണേണ്ടി വരുന്നത് പലപ്പോഴും നമുക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ക്രിസ്മസിൻ്റെ കരോള് രാവുകളിൽ ഞങ്ങൾ കരോള് ഗാനവുമായിട്ട് പോകുമ്പോൾ അതിന് പലപ്പോഴും എതിരേറ്റിരുന്നത് സ്വാമിയെ ശരണമെന്ന് വിളിച്ചുകൊണ്ടുള്ള അയ്യപ്പ ഭക്തന്മാരായിരുന്നു തെരുവുകളിൽ മുഴുവൻ അന്ന് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കൂടിച്ചേരലും കാഴ്ചകളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ
മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം. പല സ്ഥലങ്ങളിലും ക്രിസ്മസ് കരോളുകൾ നടത്താൻ സാധിക്കാതെ വരുന്നു. ശരണമടികൾക്ക് തന്നെ നിയന്ത്രണം ഏർപ്പെടുന്ന സ്ഥിതി വരുന്നു. അങ്ങനെയുള്ള ഒരു പുതിയ ലോകത്തിൽ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം സത്യത്തിൽ അതല്ല. ക്രിസ്മസ് നൽകുന്ന സന്ദേശം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ട സന്ദേശം നൽകുന്നതിന് വേണ്ടി കാര്യത്തോളത്തിലെ പുൽക്കൂട്ടിൽ യേശുക്രിസ്തു പൂജാതനായത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നതും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ കാലം മാറുമ്പോൾ വ്യത്യാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണുമ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും പിന്തിരിയേണ്ട ഒരു സ്ഥിതി സംജാതമാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പക്ഷെ ക്രിസ്മസ് നൽകുന്ന സന്ദേശം ചേലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് യൂത്ത് അവതരിപ്പിക്കുന്ന അങ്ങാടി അമ്പ് ഡിസംബർ 29-ന് തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ ജിബിൻ ജോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6:30-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന പ്രദക്ഷിണം, അമ്പ് വള എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 6:30-ന് ആഘോഷമായിട്ടുള്ള വാദ്യമേളങ്ങളോടുകൂടിയ അമ്പ് വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് പൂച്ചക്കുളം സെന്റർ വഴി ദേവാലയത്തിൽ പ്രവേശിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ജോമോൻ മാണാത്ത്, ആൽബി ജോൺസൺ, എബി മാണാത്ത്, ടിറ്റോ വർഗീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അങ്ങാടിയമ്പിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങാടിയമ്പ് 2ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിവിപുലമായ മേളാഘോഷങ്ങൾ, കലാരൂപങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. രാവിലെ 29-ാം തീയതി ഡിസംബർ 2025 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന പ്രദക്ഷിണം, അമ്പുവള എഴുന്നള്ളിപ്പായിട്ട് രാവിലെ 7:30-ന് എടതിരിഞ്ഞിയിലുള്ള പ്രത്യേകം അലങ്കരിച്ച പന്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തി അമ്പുവള പ്രതിഷ്ഠിച്ച് ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ വൈകിട്ട് 6 മണിക്ക് പ്രാർത്ഥനയോടുകൂടി ആഘോഷമായിട്ടുള്ള വാദ്യമേളങ്ങളോടുകൂടിയുള്ള അമ്പുവള എഴുന്നള്ളിപ്പ് രാത്രി 8:30-ന് പൂച്ചക്കുളം സെൻറ്ററിൽ എത്തിച്ചേരും. പൂച്ചക്കുളം സെൻറ്ററിൽ എത്തിച്ചേർന്നിട്ട് 11:30-ഓടുകൂടി പരിപാടി പള്ളിയിൽ അവസാനിക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വാദ്യമേളങ്ങളുടെ രാജാക്കന്മാരായ നമ്പർ 1 കേരളത്തിലെ തന്നെ നമ്പർ 1 ടീമായിട്ടുള്ള ആട്ടം കലാസമിതി, ബാൻഡ് സെറ്റിൻ്റെ രാജാക്കന്മാരായ രാഗദീപ് മുണ്ടത്തിക്കോട്, പിന്നെ കൂടെയുള്ളത് നമ്മുടെ പടുകൂറ്റൻ തേരായിട്ടുള്ള മറ്റം കളേഴ്സ് മറ്റമാണുള്ളത്. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ 10ാമുദയ മഹോത്സവം ഡിസംബർ 29-ന് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രമേശ് മേനോൻ, സെക്രട്ടറി KA പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നടക്കുന്ന കാഴ്ചശീവേലിക്ക് കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറും. തുടർന്ന് ദീപാരാധന, കളമെഴുത്തുപാട്ട്, രാത്രി 8-ന് തൃശൂർ രംഗതാരയുടെ ചോദ്യം 11 നാടകം, രാത്രി 10-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. സംഘാടക സമിതി ഭാരവാഹികളായ K സതീഷ്, അരവിന്ദാക്ഷൻ, ഗോവിന്ദ പിഷാരടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം മാർച്ച് മാസത്തിലെ പൂരത്തിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിയുടെ ഒരു വരവ് കൂടമാണിക്യത്തിലേക്ക് ഉണ്ട്. കുലീവിനി തീർത്ഥക്കുളത്തിൽ പൊഞ്ഞനത്തമ്മയ്ക്ക് മാത്രമേ തീർത്ഥാടനത്തിലുള്ള അവകാശമുള്ളൂ. അവർക്ക് മാത്രമേ ഈ മറ്റേ ആ കുലീവിനി തീർത്ഥക്കുളം അടയ്ക്കൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കൊല്ലം തോറും നടത്തി വരുന്ന ഈ 10ാമത് മഹോത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ നാടിൻ്റെ സഹകരണത്തോടുകൂടി, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ഈ കമ്മിറ്റി ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടത്തുകയാണ്. ഇത്തവണയും കലാമണ്ഡല ശിവദാസിൻ്റെ നേതൃത്വത്തിൽ 60 പേര് ഉൾപ്പെടുന്ന കലാകാരന്മാരുടെ
ശിവേലിയുണ്ട്. തുടർന്ന് രാത്രി വിളക്കെഴുന്നള്ളിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ. അതിനിടയ്ക്ക് കാട്ടൂരിൽ തന്നെ കാവിലമ്മ കൈക്കുട്ടികൾ സംഘം അവതരിപ്പിക്കുന്ന ഒരു നൃത്താവിഷ് കൈക്കുട്ടിക്കളിയുണ്ട്. പിന്നെ ചോദ്യം 11 എന്നുള്ള ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൻ്റെ തൃശ്ശൂർ രംഗധാരയുടെ ഒരു നാടകം രാത്രി 8 മണിക്ക് തന്നെ ആരംഭിക്കും. 10 മണി കൊണ്ട് പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ പുണ്യക്ഷേത്രത്തെ പറ്റിയിട്ട് ഇതിൻ്റെ പ്രാധാന്യം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഏവർക്കും സിറ്റി ന്യൂസിന്റെ ക്രിസ്തുമസ് ആശംസകൾ.